കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ 13ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകളും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്: എ ഫാക്ടറി മാനുഫാക്ചേഴ്സ് 3 products E, F and G which emerge from a joint process. The joint cost amounted rupees 1,20,000. Output E 2,000, F 6,000, G 2,000. Weight 0.432. You are required to apportion the joint cost, average unit cost method, weighted average basis and per unit. ഈ ഒരു ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്ന പാർട്ട് മിക്കവാറും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഈ ഒരു പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നന്നായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക, കാരണം ഏതെങ്കിലും ഒരു മെത്തേഡ് ചോദിച്ചിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, അപ്പോർഷൻമെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റ് കിട്ടും. ഇവിടെ ജസ്റ്റ് ശ്രദ്ധിക്കുക, ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 1,20,000 ആണ് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്ന ടോട്ടൽ എത്രയാണ്, ഔട്ട്പുട്ടിൻ്റെ ടോട്ടൽ 2,000 പ്ലസ് 6,000 പ്ലസ് 2,000 എത്ര വരും, 10,000 എന്ന് വരും. അപ്പം 1,20,000 ഡിവൈഡഡ് ബൈ 10,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. എത്രയാണ് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 12 ആണ്. ഈ ഒരു ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിന് നമുക്ക് ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് നടത്താൻ ഈസിയാണ്. അതായത് ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് ഇയുടേത് എത്രയാണ്, ഔട്ട്പുട്ട് ഇയുടേത് 2,000 ആണ്. 2,000 ഇൻറ്റു 12 കാണുന്നു, അപ്പോൾ എത്ര കിട്ടും, 24,000. ദെൻ നെക്സ്റ്റ് എഫിൻ്റെത് 6,000 ആണ് ഔട്ട്പുട്ട്, 6,000 ഇൻറ്റു 12 കാണുന്നു, 72,000 കിട്ടും. ദെൻ ജിയുടെ 2,000 ആണ് ഔട്ട്പുട്ട്, 2,000 ഇൻറ്റു 12 കാണുന്നു, അപ്പോൾ 24,000 കിട്ടും. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,20,000 എന്ന് കിട്ടും. അപ്പോൾ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത് ഇത്തരത്തിലാണ്. ഇനി രണ്ടാമത് നമ്മളോട് ചോദിച്ചത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരം അപ്പോർഷൻമെൻറ്റ് നടത്താനാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് E, F, G 3 പ്രൊഡക്റ്റുകളാണ്. അതിൻ്റെ വെയിറ്റ് വരുന്നത് 432. ഇത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നതാണ്. യൂണിറ്റ് വരുന്നത് 2,000, 6,000, 2,000 ഇതും ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നതാണ്. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ കാണേണ്ടത് വെയ്റ്റഡ് ആവറേജ് ആണ്. വെയ്റ്റഡ് ആവറേജ് കാണുന്നത് എങ്ങനെയാണ്, 4 ഇൻറ്റു 2,000, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 8,000. ദെൻ 3 ഇൻറ്റു 6,000, 18,000. ദെൻ 2 ഇൻറ്റു 2,000, 4,000. ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 30,000 എന്ന് കിട്ടും. ഇനി ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ടോട്ടൽ 1,20,000 ആണ് വരുന്നത്. ടോട്ടൽ 1,20,000 ആണ് നമ്മുടെ എന്ത് വരുന്നത്, കോസ്റ്റ് വരുന്നത്. ഇതിന് നമ്മൾ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്, ഈ 1,20,000 ഇൻറ്റു ഒന്നാമത്തെ ഇയുടെ അപ്പോർഷൻമെൻറ്റ് നടത്തുമ്പോൾ ഇൻറ്റു എന്ത് കാണുക, ഇൻറ്റു 8,000 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്, 30,000 ആണ്. ഈ ടോട്ടൽ ആവറേജിനെ വെയ്റ്റഡ് ആവറേജിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 32,000 എന്ന് കിട്ടും. രണ്ടാമത്തെ കാണുമ്പോൾ 1,20,000 ഇൻറ്റു 18,000 ഡിവൈഡ് ബൈ 30,000, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ഇവിടെ 72,000 എന്ന് കിട്ടും. അടുത്ത കാണുമ്പോൾ എന്ത് വരും, അടുത്ത നെക്സ്റ്റ് കാണുമ്പോൾ 1,20,000 ഇൻറ്റു 4,000 ഡിവൈഡ് ബൈ 30,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 16,000 എന്ന് കിട്ടും. അങ്ങനെ ടോട്ടലി 1,20,000 എന്ന് വരും. ഓക്കെ, ഇതാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരം അപ്പോർഷൻമെൻറ്റ് വരുന്നത്. ഇനി ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ നമ്മൾ ചെയ്യേണ്ടതാണ്, ഈയുടെ കേസിൽ ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് വരുന്നത് 32,000 ആയിരുന്നു. അതിനെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് എഫിൻ്റെത് 72,000 ആണ് വരുന്നത്. ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ഡിവൈഡ് ബൈ 6,000 ആണ് യൂണിറ്റ്, അപ്പോൾ 12 എന്ന് കിട്ടും. അടുത്ത ജിയുടെ 16,000 ആണ്. 16,000 ഡിവൈഡ് ബൈ 2,000 8 എന്ന് നമുക്ക് ആൻസർ
ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് ഇവിടെ നിങ്ങൾ നടത്തേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്ന പാർട്ട് നല്ല രീതിയിൽ നോക്കുക. കാരണം പ്രീവിയസ് ഇയർലി കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.